നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടി മത്സരത്തിനില്ല. യുഡിഎഫിനെ പിന്തുണയ്ക്കുമെന്നാണ് വെൽഫെയർ പാർട്ടി അറിയിച്ചിരിക്കുന്നത്. ബിജെപി ശക്തമായ ഇടങ്ങളിൽ യുഡിഎഫിന് വിജയസാധ്യത ഇല്ലാത്ത മണ്ഡലങ്ങളിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുമെന്നാണ് അവരുടെ നിലപാട്. ഒരു മണ്ഡലത്തിലെങ്കിലും പൊതു സ്വതന്ത്രം നിർത്താനുള്ള നിർദ്ദേശം കോൺഗ്രസ് തള്ളി. എം.എസ്. അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കും. ഏതായാലും അനീഷ്, വെൽഫെയർ പാർട്ടി അത്യാവശ്യം ചില മണ്ഡലങ്ങളിലെങ്കിലും 12,000, 3,000, 4,000 വോട്ടുകളൊക്കെ ഉള്ളൊരു പാർട്ടിയാണ്. ഈ വലിയൊരു വാശിയേറിയ പോരാട്ടം നടക്കുമ്പോൾ അത് അവർ യുഡിഎഫിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായും അവർക്കുള്ള ഒരു പ്ലസ്സാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏതാണ്ട് അതേ നിലപാട് വെൽഫെയർ പാർട്ടി സ്വീകരിച്ചിരുന്നു. എന്താണ് ഇപ്പോൾ ഇവരുടെ ഏറ്റവും പുതിയ നിർദ്ദേശം, നീക്കം? രഞ്ജിത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പത്രികാ സമർപ്പണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോഴും സംസ്ഥാനത്ത് ഒരിടത്തും വെൽഫെയർ പാർട്ടി സ്വന്തം നിലയ്ക്ക് മത്സരിക്കാനായി സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല. സാധാരണഗതിയിൽ ചിലപ്പോഴൊക്കെ സ്വതന്ത്രം നിർത്തിയുള്ള പരീക്ഷണങ്ങളും വെൽഫെയർ പാർട്ടി നടത്താറുള്ളതാണ്. പക്ഷേ അത്തരമൊരു പരീക്ഷണങ്ങളും ഇതുവരെ നടത്തിയിട്ടില്ല. നമുക്ക് പാർട്ടിയുടെ നേതാക്കളോട് തന്നെ ബന്ധപ്പെട്ടപ്പോൾ ഇത്തവണ മത്സരത്തിനുണ്ടാവില്ല അല്ലെങ്കിൽ മത്സരത്തിനില്ല എന്ന സൂചനകൾ തന്നെയാണ് നൽകുന്നത്. നേരത്തെ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലടക്കം യുഡിഎഫുമായുള്ള ചില നീക്കുപോക്കുകൾ സംസ്ഥാനത്തുടനീളം വെൽഫെയർ പാർട്ടി നടത്തിയിരുന്നു. അന്ന് തന്നെ അവർ വ്യക്തമാക്കിയിരുന്നത് മുന്നണി സംവിധാനത്തിലേക്ക് കയറാനുള്ള അല്ലെങ്കിൽ മുന്നണിക്കൊപ്പം നിൽക്കാനുള്ള ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അത്തരം ചർച്ചകൾ വിജയം കണ്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പൊതു സ്വതന്ത്രരെ നിർത്തണമെന്ന ആവശ്യവുമായി യുഡിഎഫിനെ സമീപിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അത്തരം ചില പ്രാഥമികമായ ചർച്ചകൾ അല്ലെങ്കിൽ കുറച്ചുകൂടി വിപുലമായ ചർച്ചകൾ യുഡിഎഫിൽ അവർ നടത്തിയെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രണ്ട് സ്ഥാനാർത്ഥികളെ സ്വതന്ത്ര രീതിയിൽ മുന്നോട്ട് വെക്കുകയും അവർ യുഡിഎഫ് സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുകയും അവർക്ക് പുറത്തുനിന്നും പിന്തുണ നൽകുന്ന ഒരു രീതിയിലെ ഒരു ആലോചനകൾ നടക്കുകയും ചെയ്തിരുന്നു. ഇതിലേറ്റവും പ്രധാനം മാവേലിക്കരയിലെ ദളിത് നേതാവായ കെ അംബുജാക്ഷിനെ നിർദ്ദേശിച്ചതാണ്. അദ്ദേഹം മുൻ ദേശീയ സെക്രട്ടറി അടക്കം ആയിരുന്നു വെൽഫെയർ പാർട്ടിയുടെ. പിന്നീട് ഈ പട്ടികജാതി മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ദളിത് ആക്ടിവിസ്റ്റ് കൂടിയാണ്. അദ്ദേഹത്തെ നിർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. ഒപ്പം കോട്ടയം വൈക്കത്ത് ദളിത് ചിന്തകനായ സണ്ണി എം കബിക്കാടിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവും വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെച്ചു. ഇതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടക്കുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാം എന്ന തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ, അനുകൂലമായ നിലപാടുകൾ എന്നിവയൊക്കെ കോൺഗ്രസിന് ലഭിച്ചു. എന്നാൽ പിന്നീട് കോൺഗ്രസിൻ്റെ സ്വന്തം സ്ഥാനാർത്ഥിയെ വൈക്കത്ത് നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ചെയ്തത്. എന്തായാലും ഇത്തരത്തിലെ പൊതു സ്വതന്ത്രരെ നിർത്തുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ കാര്യമായി തന്നെ നടക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കപ്പെട്ടില്ല എന്നതിൻ്റെ ഒരു അതൃപ്തി വെൽഫെയർ പാർട്ടിക്കുള്ളിലുണ്ട്. കാരണം ഒരു ഉപാധികളുമില്ലാതെയാണ് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ പിന്തുണച്ചത് അല്ലെങ്കിൽ അവരുമായി ഒത്തുചേർന്നുള്ള മത്സരം നടന്നത്. ഒപ്പം ചില ഇടങ്ങളിൽ ഒറ്റയ്ക്ക് വെൽഫെയർ പാർട്ടി മത്സരിക്കുകയും കുറച്ച് അധികം സീറ്റുകളൊക്കെ കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ നേടുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. മുനിസിപ്പൽ വാർഡുകളിലൊക്കെ പലയിടത്തും സീറ്റുകൾ ലഭിച്ചു. പഞ്ചായത്തുകളിൽ പലയിടത്തും സീറ്റുകൾ ലഭിക്കുന്നതൊക്കെ സാഹചര്യമുണ്ടായി. പക്ഷേ അവർ ഇത്തവണ എന്തായാലും നേരിട്ട് മത്സരത്തിനില്ല എന്നാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ 41 സീറ്റുകളിലാണ് സംസ്ഥാനത്തൊട്ടാകെ മത്സരിച്ചത്. 2021 ആകുമ്പോഴത്തേക്കും ആ സീറ്റുകളുടെ എണ്ണം 19 കുറഞ്ഞിരുന്നു. മങ്കട് പോലുള്ള ചില മണ്ഡലങ്ങൾ, ചിറയൻകീഴ്, ഒപ്പം കോഴിക്കോട് സൗത്ത് പോലുള്ള ചില മണ്ഡലങ്ങളിലൊക്കെയാണ് വെൽഫെയർ പാർട്ടി കഴിഞ്ഞ വട്ടം മത്സരത്തിനിറങ്ങുന്നത്. പക്ഷേ ഇത്തവണ അത്തരം മണ്ഡലങ്ങൾ കൂടി ഇറങ്ങുന്നില്ല എന്നതാണ് ഇതിലേറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന കാര്യം. യുഡിഎഫുമായി ഒരു ബന്ധം ഇത്തവണയും തുടരാൻ തന്നെയാണ് അവർ തീരുമാനിച്ചത്. ബിജെപിയെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് വെൽഫെയർ പാർട്ടിയുടെ അജണ്ട. അതാണ് മനസ്സിലാകുന്നത്. അതായത് ബിജെപി വിജയിക്കുമെന്ന് സാധ്യതയുള്ള ഇപ്പോൾ പാലക്കാട് പോലെയുള്ള മണ്ഡലങ്ങളുണ്ട്, അവിടെ എൽഡിഎഫിനെ പിന്തുണയ്ക്കുക, അല്ല അത്തരം മണ്ഡലങ്ങളിൽ എൽഡിഎഫിനെ പിന്തുണയ്ക്കുക. കോൺഗ്രസിന് ശക്തിയില്ല എങ്കിൽ അത്തരം നീക്കങ്ങളും വെൽഫെയർ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. നമുക്കറിയാം, വെൽഫെയർ പാർട്ടി പോലെയുള്ള സംഘടനകൾ അത്തരം തീരുമാനമെടുക്കുന്നത് അത്ഭുതമില്ല. അപ്പോൾ ഒരു ഫലത്തിൽ യുഡിഎഫിനും എൽഡിഎഫിനും, അല്ലെ ചില മണ്ഡലങ്ങളിൽ എൽഡിഎഫിനും പിന്തുണ ഉണ്ടാകും. തീർച്ചയായും അത്തരം ഒരു കൃത്യമായ നിലപാടാണ് അവർ എടുക്കുക. അതുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥികളെ
നിർത്തുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. കാരണം നിർണായകമായൊരു തെരഞ്ഞെടുപ്പ്, സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ ത്രികോണം മത്സരം നടക്കുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് വെൽഫെയർ പാർട്ടി നിൽക്കുമ്പോൾ കൃത്യമായും ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വോട്ടുകളാണ് ചിതറിപ്പോകാൻ സാധ്യതയുള്ളത്. അത്തരത്തിൽ അങ്ങനെ ചിതറിപ്പോകുമ്പോൾ ഒരുപക്ഷെ BJPക്ക് അത്തരം ഇടങ്ങളിൽ വിജയിക്കാൻ കഴിയുമോ എന്ന ആശങ്ക വെൽഫെയർ പാർട്ടിക്കുണ്ട്. ഒപ്പം UDFിൻ്റെ വിജയസാധ്യതകളെയും സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥി നിർത്തുകയും ആ സ്ഥാനാർത്ഥി വോട്ടുകൾ പിടിക്കുകയും ചെയ്താൽ ഒരുപക്ഷെ 2000, 1000, 1500 ഒക്കെ വോട്ടുകളാണ് പലയിടത്തും കഴിഞ്ഞ തവണയൊക്കെ LDF പാർട്ടി പിടിച്ചിട്ടുള്ളത്. അത്തരം ചെറിയ വോട്ട് വിഹിതം പോലും ഏതെങ്കിലും സ്ഥാനാർത്ഥികളുടെ ഒരു ജയപരാജയങ്ങളെ കാര്യമായി ബാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഒരു അടവ് നയത്തിലേക്ക് മാറുന്നത്. നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ BJPക്കെതിരെ ശക്തമായ പോരാട്ടം നടക്കുന്ന ഇടങ്ങളിൽ മറുവശത്തുള്ള മുന്നണികളുടെ ശക്തി നോക്കി അവരെ സഹായിക്കുക എന്ന നിലപാടിലേക്കാണ് എത്തുക. പാലക്കാട് തീർച്ചയായും UDFിനെ സഹായിക്കുന്ന തരത്തിലുള്ളൊരു നിലപാടിലേക്ക് എത്തുക എന്നാണ് വെൽഫെയർ പാർട്ടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം പക്ഷേ തിരുവനന്തപുരത്തെ നേമത്തേക്ക് പോയാൽ അവിടെ നേരെ തിരിച്ച് ശിവൻകുട്ടിയെ സഹായിക്കുന്ന തരത്തിലുള്ളൊരു നിലപാടാവും സ്വീകരിക്കുക എന്ന സൂചനയാണ് ഇവർ നൽകുന്നത്. അങ്ങനെ ഓരോ മണ്ഡലങ്ങളിലെയും കാര്യങ്ങൾ പ്രത്യേകം പരിഗണിക്കും. അവിടെ വിജയസാധ്യത ആർക്കാണ്, അല്ലെങ്കിൽ ആർക്കാണ് BJPയെ പരാജയപ്പെടുത്താൻ കഴിയുക എന്നൊരു കൃത്യമായ നിലപാട് മനസ്സിലാക്കും. അതിനുശേഷമാവും അവിടെ ആർക്ക് പിന്തുണ നൽകണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. എന്തായാലും ഇത്തരത്തിൽ കൃത്യമായ ഒരു അജണ്ട പ്രകാരമാണ് അവരുടെ പിന്തുണയുടെ കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം CPM കൃത്യമായ ഒരു വിമർശനം ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിക്കെതിരെയൊക്കെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഇത്തരം കൂട്ടുകെട്ടിനെ തുറന്നു കാണിക്കാനുള്ള ശ്രമം CPMൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ നമുക്കറിയാം സൗത്തിലെ സ്ഥാനാർത്ഥിയായ അഹമ്മദ് ദേവർകോവിൽ ഫാത്തിമ തെഹ്ലിക്കെതിരെ വിമർശനം ഉന്നയിക്കുകയും അവർ ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനിയാണ്, വെൽഫെയർ പാർട്ടിയുടെ മാതൃസംഘടന അല്ലെങ്കിൽ അവരെ നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ്, അത്തരം ജമാഅത്തെ ഇസ്ലാമിയുടെ നോമിനിയാണ് എന്ന രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിക്കുകയും അത് വലിയ ചർച്ചാ വിഷയമായി തെരഞ്ഞെടുപ്പ് രംഗത്ത് മാറുകയും ചെയ്തു. കുമാർ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഇത്തവണ UDFിനാകും. അവർ മത്സരത്തിനില്ല. UDF പരാജയപ്പെടും അല്ലെങ്കിൽ UDFിന് ശക്തിയില്ലാത്ത സ്ഥലങ്ങളിൽ BJP വിജയിക്കുമെന്ന് വന്നാൽ അവിടെ LDFിനെ പിന്തുണയ്ക്കാനും വെൽഫെയർ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഫലത്തിൽ UDFിനും LDFിനും വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട നിലപാടുകൾ വ്യക്തമാക്കേണ്ടത് അതാത് മുന്നണികളും പാർട്ടികളും മറ്റുമാണ്. അതിനെ കാത്തിരുന്ന് കാണുകയും ചെയ്യാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.